മലയാളത്തിൻ്റെ മഹാഭാഗ്യമാണ് MT എന്ന രണ്ടക്ഷരം. ക്ലാസിക്കൽ പദവി കിട്ടിയ മലയാള ഭാഷയെ എക്കാലത്തും ക്ലാസിക്കലായി നിലനിർത്തുന്നത് MT സാഹിത്യത്തിൻ്റെ വലിയൊരു കൈപുണ്യവും പങ്കും അതിലുണ്ടെന്നുള്ളതും ഉറപ്പാണ്. MT 90ലേക്ക് കടക്കുന്ന ഒരു വേളയാണ്. ആ വേളയിൽ 24-നോടൊപ്പം MT വാസുദേവൻ നായർ ചേരുകയാണ്. സ്വാഗതം സർ. അങ്ങയ്ക്ക് പിറന്നാൾ എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു ദിവസം പോലെയാണെന്ന് പണ്ട് അങ്ങ് എഴുതിയതും പറഞ്ഞതും ഒക്കെ കേട്ടിട്ടുണ്ട്. ഈ പിറന്നാളിൻ്റെ ഒരു പ്രത്യേകത 90ലേക്ക് കടക്കുന്നതാണ്. ഒരു വലിയ കാലഘട്ടം അങ്ങ് അനുഭവിച്ച് അങ്ങ് രേഖപ്പെടുത്തി കടന്നു പോവുകയാണ്. നമ്മളതിന് പ്രത്യേകമായിട്ട് ആഘോഷമൊന്നും പതിവില്ല. എൻ്റെ കുട്ടിക്കാലത്ത് പോലും ഉണ്ടായിട്ടില്ല. ചെറിയ കുട്ടിയായിരുന്ന കാലത്ത് പോലും. ഇപ്പോൾ പലരും രീതി കണക്കൂട്ടിയിട്ട് പറയാറുണ്ട്, അറിയിക്കാറുണ്ട്. അതിലിപ്പോൾ പുതുതായിട്ട് എനിക്കൊന്നുമില്ല. കുറേ വർഷങ്ങൾ ഇതേപോലെ കടന്നുപോയി. ഇനി വരാൻ പോകുന്ന വർഷങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിക്കട്ടെ. മനസ്സിലുള്ള കാര്യങ്ങൾ അതിനെപ്പറ്റി ആലോചിക്കുന്നു. ഇപ്പോൾ പ്രത്യേകിച്ചും കഴിഞ്ഞ കുറച്ച് ആഴ്ചകൾ മാസങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ സമൂഹത്തിൻ്റെ സ്ഥിതി വളരെ മോശമാണ്. കാരണം ഈ മഹാമാരിയുടെ ശല്യം വിട്ടു നമുക്ക് വരാറായിട്ടില്ല. ഇപ്പോഴും പലയിടത്തും വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു അന്തരീക്ഷത്തിൽ നമുക്ക് ശാന്തമായിട്ട് ഇരുന്നാലോചിക്കാൻ, ജോലി ചെയ്യാൻ, എഴുതാൻ ഒക്കെ ഇപ്പോൾ പ്രയാസമുണ്ട്. കുറച്ചുകൂടി ശരിയാവട്ടെ, കുറച്ചുകൂടി ശാന്തമാവട്ടെ എന്ന് വെച്ച് കാത്തിരിക്കുകയാണ് ഞാൻ. MTയുടെ ഒരു ജീവിതയാത്രയിൽ ഞാനിപ്പോഴും ഓർക്കുന്നത് MT പണ്ട് പറഞ്ഞ നമ്പീശൻ മാഷ്, അതുപോലെ വാസുണ്ണി നമ്പ്യാർ മാഷ്, MT എന്ന ഒരു കഥാകാരനെ സൃഷ്ടിക്കുന്നതിൽ അങ്ങയുടെ മൂത്ത ജ്യേഷ്ഠൻ മുതൽ ഈ അധ്യാപകർ, കുട്ടിക്കാലത്താണല്ലോ ഒരു സാഹിത്യ കഥാ രൂപങ്ങൾ മനസ്സിൽ രൂപപ്പെടുന്നത്, സാഹിത്യത്തിലുള്ള അഭിനിവേശം വരുന്നത്. ആ ഒരു കാലഘട്ടത്തെ ഈ 90ലേക്ക് കടക്കുമ്പോഴെങ്ങനെയാണ് MT ഓർക്കുന്നത്? അവരെയൊക്കെ ഓർക്കുന്നു. നമ്മളെ മുതിർന്ന അധ്യാപകരെ ഓർക്കുന്നു, നമുക്ക് പ്രേരണ നൽകിയിട്ടുള്ള അധ്യാപകരെ ഓർക്കുന്നു, ജ്യേഷ്ഠന്മാരെ ഓർക്കുന്നു. സ്വാഭാവികം. ഇന്നും അവരെ സ്മരിക്കുന്നതുണ്ട്. അവരൊക്കെ നമ്മുടെ മറവിയിൽ നിന്ന് വിട്ടുപോകുന്ന ആളുകളല്ല. നമ്മുടെ ഗ്രാമത്തിലൂടെ നടന്നപ്പോൾ കണ്ട ആളുകൾ, നമ്മുടെ കൂടെ നടന്ന ആളുകൾ, അവരൊക്കെ നമ്മൾ ഇന്നും ഓർക്കുന്നു, സ്നേഹപൂർവ്വം ഓർക്കുന്നു. കൂടല്ലൂരിലെ ഒരു ഓർമ്മയും ആ ശക്തിയും എത്രമാത്രം MTയിലെ കഥാകാരന് കരുത്തായിട്ടുണ്ട്. കൂടല്ലൂരിനെ പറ്റി കുറേ കഥകൾ എഴുതിയിട്ടുണ്ട്. ഗ്രാമത്തെപ്പറ്റി ഇനിയും എഴുതാൻ ബാക്കിയുണ്ട്. ആ ഗ്രാമം നമ്മളെ വളർത്തിയ ഗ്രാമമാണ്. ഇപ്പം അതിന് മാറ്റങ്ങൾ വന്നിട്ടുണ്ടാവും. പക്ഷേ അങ്ങനൊരു മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. ഇപ്പോഴും ആ ഗ്രാമത്തിൻ്റെ തനിമയൊക്കെ കുറേ നിലനിർത്തുന്ന ഒരു പ്രദേശമാണ്. ആ ഗ്രാമത്തിനോട് നമുക്ക്, അവിടുത്തെ കഥാപാത്രങ്ങളോടൊക്കെ നമുക്കൊരു കടപ്പാടുണ്ട്. അവരെ നമ്മൾ ഓർക്കുന്നു, അവരുടെ ജീവിതം ഓർക്കുന്നു. അവരെനിക്ക് എഴുത്തിനായിട്ടുള്ള ചില സന്ദർഭങ്ങൾ ഉണ്ടാക്കിയതിന് ഞാൻ നന്ദിയുള്ളവനാണ്. ആദ്യത്തെ ആ കയ്യെഴുത്ത് മാസിക ഇപ്പോഴും ഓർക്കുന്നത് എങ്ങനെയാണ്? സ്കൂളിൽ വെച്ചിട്ട് ആദ്യമായി എഴുതിയ ആ ഒരു ഓർമ്മ. ഒരുപക്ഷെ MT എന്ന വലിയ കഥാകാരനെ, വലിയ എഴുത്തുകാരനെ മലയാളത്തിന് സംഭാവന ചെയ്തത് ആ കയ്യെഴുത്ത് മാസികയാണല്ലോ ആദ്യം. ആ കയ്യെഴുത്ത് മാസികയൊക്കെ ഇപ്പോൾ എവിടെ പോയി എന്നറിയാം. അന്നൊന്നും കയ്യെഴുത്ത് മാസികകളില്ല. സ്കൂളിലെ ഏതോ ചില മാസ്റ്റർമാരുടെ പ്രേരണ കൊണ്ട് ഒരു കയ്യെഴുത്ത് മാസിക അവിടെ ഉണ്ടാക്കിയിരുന്നു. അവിടുത്തെ നല്ല കൈയക്ഷരമുള്ള ആളുകൾ തിരഞ്ഞെടുത്ത് അവരെ കൊണ്ടെഴുതിച്ചിട്ട് അതിൽ നമ്മളും ചെറിയ പ്രശ്നങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടാവും. നമുക്കും അതൊരു പ്രേരണ തന്നതായിരിക്കാം. ആണ്.
എം ടിയുടെ കഥാപാത്രങ്ങൾ അനവധിയാണ്. അത് അപ്പുണ്ണിയായി കഴിഞ്ഞാലും സേതു ആയാലും സുമിത്ര ആയാലും ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്. എം ടിക്ക് ഏറ്റവും ഹൃദയത്തോട് ചേർത്ത് വെച്ച കഥാപാത്രം എന്ന് പറയാൻ ആരായിരിക്കും ഏറ്റവും ഇഷ്ടപ്പെട്ടത്? അല്ല, അങ്ങനെയില്ല. ഇവരെല്ലാവരും എൻ്റെ പ്രിയപ്പെട്ട ആളുകളായിരുന്നു. ഈ ഗ്രാമത്തിൽ എൻ്റെ കൂടെ വളർന്നവർ, ഞാൻ പുറമേ നിന്ന് കണ്ടവർ, അങ്ങാടികളിൽ നിന്ന് കണ്ടവർ, ഞാൻ കൊല്ലത്തിലൊരിക്കൽ ഞാനായിരിക്കും അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഈ അങ്ങാടിയിൽ പോയിട്ട് സാധനങ്ങൾ വാങ്ങുന്നു. അത് കൊല്ലത്തിലൊരിക്കലെന്ന് പറയുമ്പോൾ അതൊന്ന് പെരുന്നാളൊക്കെ ആയിരിക്കും. ഈ ആ പീടികയിൽ ചെറിയ സ്ഥിരം പറ്റുവരവ് ആളുകൾക്ക് ചില സർക്കാരുണ്ട്. അപ്പോൾ അത് വീട്ടിൽ നിന്ന് എന്നെയൊക്കെ ആയിരിക്കും അയക്കുക. ഇവരെല്ലാം ഈ ഗ്രാമത്തിനോട് വളരെയധികം കടപ്പെട്ടിട്ടുണ്ട്. അത് അവരുടെ കഥകൾ മാത്രമല്ല, അവരുടെ ജീവിതം, അവരുടെ കഷ്ടപ്പാടുകൾ, അവർ വളർന്നു വലുതായത് ഒക്കെയും നമ്മളെ വളരെയധികം ആകർഷിച്ചിട്ടുള്ളതാണ്. ഇന്നും ആ ഗ്രാമത്തിനോടുള്ള എൻ്റെ കടപ്പാട് അങ്ങനെ എനിക്ക് വിട്ടുപോകാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇപ്പോഴും ഞാൻ അവിടെ ഒരു ചെറിയ വീട് ഇപ്പോഴും കിടക്കുന്നത്. കോഴിക്കോട്ടേക്ക് എത്തുമ്പോൾ കോഴിക്കോടൊക്കെയാണല്ലോ പിന്നെ കർമ്മമണ്ഡലം മാറിയത്. കോഴിക്കോട് വന്നത് ജോലിയുടെ ഭാഗമായിട്ട്, പത്രപ്രവർത്തനം, അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ കോഴിക്കോട് വന്നത്. മാതൃഭൂമിയിൽ വന്നിട്ടാണ് ഞാൻ കോഴിക്കോട് സ്ഥിരം ആളായത് മാറി. അങ്ങ് പണ്ട് എഴുതിയതായി വായിച്ചിട്ടുണ്ട്. ആദ്യം എസ് കെ പൊറ്റക്കാടിനെ വായിക്കുന്നു, ശങ്കരപ്പിള്ളിയെ വായിക്കുന്നു, ഇവരെയൊക്കെ വായിച്ചു. ഇതിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച എഴുത്തുകാരാരാണ്? എല്ലാ എഴുത്തുകാരും നമ്മളെ സ്വാധീനിച്ചു. തകഴി, കേശവദേവ്, ബഷീർ, ഇവരുടെയൊക്കെ വായിച്ച് ഇവരെപ്പോലെ എഴുതാൻ കഴിയണേ. അതുപോലെ എഴുതണമെന്നല്ല, അവരൊക്കെ ചെയ്തമായിട്ട് ചെയ്യാൻ കഴിയണേ എന്ന് ഒരു കുട്ടിയായിരിക്കുമ്പോൾ എൻ്റെ ഉള്ളിലൊരു പ്രാർത്ഥനയുണ്ട്. ഇപ്പോഴേ എം ടി തിരിഞ്ഞു നോക്കുന്ന സമയത്ത് മലയാള ഭാഷയ്ക്ക് ക്ലാസിക്കൽ പദവി കിട്ടിയിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ഭാഷയുടെ ഒരു പരിമിതി ഒരു സംസ്ഥാനത്ത് മാത്രം ഒതുങ്ങുന്ന ഒരു ഭാഷ എന്നുള്ളതാണ്. ആ നിലയിൽ മലയാളത്തിനപ്പുറത്തൊരു ഹിന്ദിയിലോ മറ്റോ ആയിരുന്നു എം ടിയുടെ സാഹിത്യമെങ്കിൽ ഇതിനേക്കാൾ അപ്പുറത്തേക്ക് പ്രചാരം കിട്ടുമായിരുന്നു എന്ന് തോന്നിയ നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ തോന്നുന്നില്ല. എൻ്റെ പല ഭാഷകളിലും വന്നിട്ടുണ്ട്, വന്നുകൊണ്ടിരിക്കുന്നു. ഇംഗ്ലീഷിൽ ധാരാളം വന്നിട്ടുണ്ട് പുസ്തകങ്ങളിൽ. 40-50 എഡിഷൻ വന്നിട്ടുള്ള പുസ്തകങ്ങളുണ്ട് ഇംഗ്ലീഷിൽ. അപ്പോൾ എല്ലാ ഭാഷയിലും വന്നിട്ടുണ്ട്. അപ്പോൾ മറ്റു ഭാഷകളിൽ വരുന്നത് സന്തോഷമാണ്, അതിനെപ്പറ്റി സംശയമില്ല. മറ്റു ഭാഷകളിൽ നമ്മളുടെ കൃതികൾ വരിക എന്ന് പറഞ്ഞാൽ നമുക്ക് സന്തോഷമാണ്. പല പുസ്തകങ്ങളുടെയും പുതിയ വിവർത്തനം, പുതിയ പബ്ലിക്കേഷൻ ഉണ്ടാകുമ്പോൾ നമുക്ക് സന്തോഷം. ഈ എം ടി എപ്പോഴും ഒരു മനുഷ്യപക്ഷത്ത് നിൽക്കുന്ന ഒരാളാണ്. എപ്പോഴും മനുഷ്യപക്ഷത്താണ് അങ്ങയുടെ ഒരു അടയാളപ്പെടുത്തൽ. ആ നിലയിൽ എഴുത്തിന് മനുഷ്യപക്ഷം വേണ്ടതല്ലേ? ഇപ്പോഴത്തെ പ്രത്യേകിച്ചും ഇപ്പം മലീമസമായ ഒരു രാഷ്ട്രീയ സാമൂഹ്യ അന്തരീക്ഷം നിൽക്കുമ്പോൾ എം ടിക്ക് സമൂഹത്തോട് പറയാനുള്ളത്, എഴുത്തുകാരോട് പറയാനുള്ളത്, യുവ എഴുത്തുകാരോട് പറയാനുള്ളത്? എല്ലാവരോടും നമുക്ക് പറയാനുള്ളത് ഈ നമ്മൾ മാനവികത നഷ്ടപ്പെടാതിരിക്കുക എന്നുള്ളതാണ്. ആളുകൾക്ക് ജാതി, മതം, അങ്ങനത്തെ പല പല മതിൽക്കെട്ടുകളും ആളുകൾ വേർതിരിഞ്ഞു പോകുന്ന ഒരവസ്ഥ പണ്ടതുണ്ടായിരുന്നില്ല. ഇതിനൊക്കെ അപ്പുറത്ത് ആളുകൾ സൗഹൃദത്തിൽ കഴിഞ്ഞിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. എൻ്റെ ഗ്രാമമൊക്കെ അങ്ങനെ തന്നെ. മാറ്റങ്ങളിപ്പോൾ വന്നു, അന്ന് ഇത്തരം മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. ഇതിൻ്റെയൊക്കെ പേരിൽ വേർതിരിഞ്ഞ് നിൽക്കുക എന്നൊരവസ്ഥ ഒന്നും ഉണ്ടായിരുന്നു. ഇന്നുണ്ട്. ഇതിൻ്റെയൊക്കെ ജാതിയുടെയും മതത്തിൻ്റെയൊക്കെ പല പേരിൽ പല വേർപാടുകൾ നമ്മൾ കാണുന്നുണ്ട്, വിട്ടുനിൽക്കുന്നത് കാണുന്നുണ്ട്. ഇത് വളരെ ദുഃഖകരമായ ഒരവസ്ഥയാണ്.
അത് ഇല്ലാതിരിക്കണം എന്നുള്ളതാണ് എല്ലാവരുടെയും ആഗ്രഹം. ടാഗോർ വരികളിലൊക്കെ പറഞ്ഞതുപോലെ ഈ മാതിരി വേർപാടുകളില്ലാതെ മനുഷ്യൻ എന്തായാലും ശരി, മനുഷ്യനൊന്നാണ്, മനുഷ്യൻ്റെ മൂല്യങ്ങളൊന്നാണ്, ഒന്നിനു വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. ആ നിലനിൽപ്പ് എന്നും ഉണ്ടായിരിക്കണം എന്ന് നമ്മുടെ ആളുകൾക്ക് തോന്നാം. അത് ഒരു വ്യക്തിയുടെ മാത്രമായിട്ടല്ല. ഇവരെല്ലാം പരസ്പരം കലാപമൊന്നും ഇല്ലാതെ തന്നെ സ്നേഹത്തിൻ്റെ ഒരന്തരീക്ഷത്തിൽ ഇവരെല്ലാം വർദ്ധിക്കുന്നു, പരസ്പരം സ്നേഹിക്കുന്നു, പരസ്പരം അവരുടെ കഷ്ടപ്പാടുകൾ കാണുന്നു. അവർ നമ്മുടെ നാട്, നമ്മളും അവരിൽപ്പെട്ടതാണ് എന്നുള്ളൊരു ബോധം ഉണ്ടായിട്ട് നമ്മളുടെ സമൂഹം നിലനിൽക്കുക എന്നുള്ളതാണ് ആഗ്രഹം. എൻ്റെ ഒക്കെ എല്ലാവരുടെയും ഉള്ളിലുള്ള ആഗ്രഹം. അത് എത്രത്തോളം അത് നടക്കുന്നു പറയാൻ പറ്റില്ല. MTയുടെ സിനിമ ഇപ്പോൾ ഒരു ഷൂട്ട് നടക്കുന്നുണ്ട്. ഈ 90-ാം പിറന്നാളിൽ മലയാളികൾക്ക് MTയുടെ സാഹിത്യവും സിനിമയുമായി എന്തൊക്കെ പ്രതീക്ഷിക്കാം? അവസാനമായി ഇപ്പോൾ ഇവിടെ എൻ്റെ മകളൊക്കെ ആണ് അതിൽ മുൻകൈ എടുത്തിട്ടുള്ള. എൻ്റെ കുറച്ച് കഥകൾ ചേർന്നിട്ടൊരു പരമ്പര ഉണ്ടാക്കുന്നു. അത് ഇതിലിപ്പോൾ 10 അതിൽ 7 കഴിഞ്ഞു. അങ്ങനെ ഒരു 10 കഥകൾ ഇപ്പോൾ ചെയ്യുന്നുണ്ട്. വലിയ രണ്ടാം മുഴുവൻ വർക്ക്, പിന്നെ എൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിരിക്കുന്നു, ഞാൻ എഴുതി കഴിഞ്ഞിരിക്കുന്നു. അതിൽ ചില നിയമപ്രശ്നങ്ങൾ വന്നപ്പോൾ അവരെ ഇന്ന് തിരിച്ചെടുത്തു. അവരുടെ ഇന്ന് വാങ്ങിയ പ്രതിഫലം തിരിച്ചു കൊടുത്തു. കോടതി മുഖേന അവർക്ക് തിരിച്ചു കൊടുത്തു. ഇനി എങ്ങനെ ആര് എന്നുള്ളതിനെപ്പറ്റി നമ്മുടെ ആളുകൾ ആലോചിച്ചുകൊണ്ടിരിക്കും. വേഗം തന്നെ ഉണ്ടാവും, മലയാളികൾക്ക് വേഗം തന്നെ പ്രതീക്ഷിക്കാം. ഉണ്ടാകും, അത് ഉണ്ടാകുന്നതാണ് പ്രതീക്ഷ. കാരണം അത്രയധികം വലിയ പ്രോജക്റ്റാണ്. അപ്പം അതിൻ്റെ ആലോചനകൾ നടക്കേണ്ട. ആദ്യം ഈ ചെറുകഥകളുടെ ഈ പരമ്പര ആദ്യം കഴിയട്ടെ, എന്നിട്ടും അവിടെയൊക്കെ അതിലേക്ക് കിടക്കും. പിറന്നാൾ ആശംസകൾ. MTയുടെ പുതിയ കൃതികൾ 90-ാം പിറന്നാളിൽ, ഒപ്പം പുതിയ സിനിമകൾ, 10 സിനിമകളുടെ ഒരു പരമ്പര തന്നെ വരുന്നു. അതിനുശേഷം 2-ാം ഊഴവും എല്ലാം യാഥാർത്ഥ്യമാകും. MTക്ക് മലയാളത്തിൻ്റെ മഹാപുണ്യത്തിന് പിറന്നാൾ ആശംസകൾ. ക്യാമറമാൻമാരായ ഉണ്ണി തൂവൂരിനും മഹേഷ് കുമാറിനുമൊപ്പം ദീപക് ധർമ്മടം, 24.